ശ്രീകുമാറിലേക്ക് നമുക്ക് തിരിച്ചെത്താം. വെള്ളാർമല പോസ്റ്റ് ഓഫീസിലെ മണികണ്ഠൻ പതിവ് പോലെ കത്തുകളുമായി നാട്ടിലിറങ്ങി. പക്ഷേ അവകാശികളില്ലാത്ത തപാൽ ഉരുപ്പടികളായിരുന്നു അതിലേറെയും. ആ റിപ്പോർട്ടിലേക്ക് പോകാം. ദുരന്തഭൂമിക്ക് സമീപം പ്രവർത്തിക്കുന്ന വെള്ളാർമല പോസ്റ്റ് ഓഫീസാണ് ഇന്നും ഒരു അവശേഷിപ്പായിട്ട് നിലനിൽക്കുന്നത്. ഇതോടൊപ്പം തന്നെ മുണ്ടക്കി പോസ്റ്റ് ഓഫീസ് ഇന്ന് നാമാവശേഷമായിരിക്കുകയാണ്, പൂർണ്ണമായും ഇല്ലാതായിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും അവകാശികളെ തേടിയുള്ള ലെറ്ററുകൾ വന്നിരിക്കുകയാണ്. പോസ്റ്റ്മാൻ മണികണ്ഠൻ ചേട്ടനുണ്ട്. ചേട്ടാ, ഇപ്പോഴും ലെറ്ററുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്തുള്ളവരുടെയൊക്കെ. എങ്ങനെയാണ് അവരൊക്കെ കാണാറുണ്ടോ, എങ്ങനെ കണ്ടെത്തി കൊടുക്കാറുണ്ടോ? ഇപ്പം ക്യാമ്പിൽ പ്രവർത്തിക്കുന്നവരുണ്ടാവും, അങ്ങനെ ഒരുപാട് പേരുണ്ടാവുമല്ലോ. അതെ, ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ താമസിച്ച ഏരിയയാണ് ഈ പോസ്റ്റ് ഓഫീസിൽ. ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെ അഭിമാനമായിട്ടുണ്ടെങ്കിൽ വെള്ളാർമല സ്കൂളിന്റെ തൊട്ട് തന്നെയാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസ് വർക്ക് ചെയ്യുന്നത്. കാരണം എന്നും ഞങ്ങളുടെ ഒരു ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ ലെറ്ററിന്റെ മുതലുപരി ദിവസം എന്റെ മക്കള് ഇതിലെ കൂടെ പോകുന്നവരായിരുന്നു. ദിവസം ഞങ്ങളുടെ ഏരിയയിലൂടെ എന്ന് പറഞ്ഞാൽ ഈ പോസ്റ്റ് ഓഫീസിൽ കയറാതെ പോകുന്ന കുട്ടികളല്ല. അതേപോലത്തെ ഇവിടെ അധ്യാപകരും ഞാൻ ഈ നാട്ടുകാരൻ തന്നെയാണ്. ഈ നാട്ടുകാരൻ എന്ന് പറഞ്ഞിട്ട് എന്റെ വീട് ഒരു 100 മീറ്റർ അപ്പുറത്തായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോയി. പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 3 ദിവസമായിട്ടുള്ളൂ. അതിന് മുമ്പാണെങ്കിലും സബ് ഓഫീസിൽ പോയിട്ട് ലെറ്റർ എടുത്തിട്ട് ആൾക്കാരെ തേടി, ആൾക്കാരെ തേടുന്ന ലെറ്ററിന്റെ ഉപരി നമ്മുടെ നാട്ടുകാരെ എല്ലാ ക്യാമ്പുകളിലും എല്ലാ ദിവസവും രാവിലെ ഒരു 9:30 ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഞാൻ ഒരു 8 മണിക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി 8:30 വീടെത്താറ്. കാരണം നമ്മളുടെ പോയവര് പോയി, ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ കാണണമല്ലോ, ആരൊക്കെ മിസ്സിംഗ് ഉണ്ട് എന്താണെന്ന് അറിയാനുള്ള. ശരിക്കും ഒരു പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞാൽ ഒരു നാടിന്റെ ഒരു നാട്ടിൻപുറത്തെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളാണ്. അവരുടെയൊക്കെ മുഖങ്ങൾ ഇന്നും മനസ്സിൽ ഓടിയെത്തുമല്ലേ? അതിൽ ഏറ്റവും വലിയൊരു സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോഡിലൂടെയാണ്, ഹൈസ്കൂൾ റോഡാണിത്. ഈ റോഡിലൂടെയാണ് ഈ പോയിരുന്ന ഈ ചുഴൽമല ഏരിയയിൽ നിന്ന് പോയിരുന്ന 90% ആൾക്കാരും മിസ്സിംഗ് ആയവരും മരിച്ചുപോയവരും ഒക്കെ ഇതിന് മുന്നിൽ കൂടെ പോകുന്നതാണ്. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള അതായത് പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ റേഷൻ കടയൊക്കെയാണ് ഒരു പ്രദേശത്തിന്റെ ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ സൂചകമായി പ്രവർത്തിക്കുന്നത്. നമ്മുടെ പോസ്റ്റ് മിസ്ട്രസ് ഉണ്ട്. മാഡം വലിയ സങ്കടത്തോടാണ് ഇരിക്കുന്നതെന്ന് അറിയാം. എങ്ങനെ ആ ദിവസത്തെ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? ഇത് അദ്ദേഹത്തിന്റെ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു വിക്റ്റിമാണ്, അതായത് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു മാഡമാണത്. സാറിന് എങ്ങനെയാണ്? ഞാന് ഇത് പൊട്ടിന്ന് പറഞ്ഞ അന്ന് രാത്രി തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ഓടത്തോടാണ്. എനിക്കിവിടെ പടവട്ടിക്കുന്നിൽ വർക്കും കാര്യങ്ങളുണ്ട്. പിന്നെ ഇവരെ ക്ലാസ് മീറ്റാണ് ഒരുമിച്ച്. അപ്പൊ വന്നു തന്നെ ഞാൻ ഇവരെ തിരയിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ മിനിയാന്ന് 2 ദിവസം മുന്നാണ് ഇവരെ നമ്പർ കിട്ടുന്നത്. അപ്പോൾ ഇവർ വിളിച്ചപ്പോൾ പറഞ്ഞിങ്ങനെ കഷ്ടിച്ച് രക്ഷപ്പെട്ടാണ് മുകളിലേക്ക് കയറി. ഇവര് അതിൽ പെട്ട് 3 പ്രാവശ്യം ഇങ്ങനെ കറങ്ങിയിട്ട് മുകളിലേക്ക് കയറി. പിന്നെ അവിടുന്ന് വീട്ടിൽ നിൽക്കാൻ തോന്നിയില്ല, എന്തോ ഭാഗ്യത്തിന്. നേരെ ഇവർക്ക് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അയൽവാസിക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വഴി വിട്ടിരുന്നു, ഒരു പാലം മാരി. അതിൽ കയറി രക്ഷപ്പെട്ടതാണ് ഇവര്. അങ്ങനെ ഇവര് സേഫായിട്ടാണുള്ളത്. പക്ഷെ എല്ലാ കാര്യങ്ങളും എല്ലാം വീടെല്ലാം മൊത്തം പോയി. ഇതുപോലെ 100 കണക്കിന് പേരാണ് ഈ ദുരിത ബാധിത പ്രദേശങ്ങളിൽ താമസിക്കുന്നത്. ഒരു പോസ്റ്റ് മിസ്ട്രസ് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട ഒരു മാഡമാണ്. അങ്ങനെ നിരവധിയായ പേരാണ് ഇന്നും ജീവിതത്തിൽ തിരികെ വരണം അല്ലെങ്കിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ. നമ്മൾ പോസ്റ്റ്മാൻ ഉൾപ്പെടെയുള്ളവരെ കാണുകയുണ്ടായി. ഇതൊക്കെ ഈ ഒരു പ്രദേശത്തിന്റെ നേർസാക്ഷ്യങ്ങളാണ്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി ശ്രീകുമാർ. തീർച്ചയായും ശ്രീകുമാർ, മണികണ്ഠന്റെ വേദന നമ്മൾ പ്രേക്ഷകരിലേക്കും പടരുകയാണ്.